മിഡിൽ ഈസ്റ്റ് സംഘർഷം തണുക്കുന്നു. ഓയിൽ വിലയിൽ ഇടിവ്. ഓഹരി വിപണി ഉയരുമോ? സെൻസെക്സ് നിഫ്റ്റി ഉയർന്നു. ഇന്നത്തെ പ്രതീക്ഷയും ഉയർന്നു. ബ്ലാക്ക് റോക്ക് സിഇഒ മുന്നറിയിപ്പ്. ഓയിൽ വില $150 ആഗോളമാന്ദ്യം. ഫ്ലിപ്കാർട്ട് IPO തയ്യാറെടുപ്പ്. RBI MPC ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. ഏപ്രിലിൽ ആദ്യ യോഗം. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ 2026 ശക്തം. ഫീച്ച് പ്രവചനം 7.5%. US ഫെഡ് നിരക്ക് മാറ്റമില്ല, ഒരു കട്ടുമാത്രം പ്രതീക്ഷ. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. വാർത്തകൾ വിശദമായി. മിഡിൽ ഈസ്റ്റ് സംഘർഷം തണുക്കുന്നു. ഓയിൽ വിലയിൽ ഇടിവ്. ഓഹരി വിപണി ഉയരുമോ? US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ഊർജ്ജ സൗകര്യങ്ങളിലെ ആക്രമണം മാറ്റിവെച്ചതോടെ ഓയിൽ വില കുറഞ്ഞു. ബ്രെന്റ് ക്രൂഡ് ബാരലിന് ഏകദേശം $101-102 ഇത് ഇന്ത്യൻ വിപണിയിലെ ഇറക്കുമതി ചെലവ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വിദഗ്ധർ. നാളെ ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവ് ആരംഭിക്കാൻ സാധ്യത. സെൻസെക്സ് നിഫ്റ്റി ഉയർന്നു. നാളത്തെ പ്രതീക്ഷയും ഉയർന്നു. മാർച്ച് 24-ന് സെൻസെക്സ് 1372 പോയിന്റ് ഉയർന്ന് 74,068-ലും നിഫ്റ്റി 400 പോയിന്റ് കയറി 22,912-ലും ക്ലോസ് ചെയ്തു. US ഇറാൻ സംഘർഷം ലഘൂകരിക്കപ്പെട്ടതും HDFC ബാങ്ക് ഷെയറുകളിലെ റിക്കവറിയും കാരണം. നാളെ ഗ്ലോബൽ സൂചനകൾ അനുകൂലമെങ്കിൽ തുടർച്ചയായ ലാഭം പ്രതീക്ഷിക്കാം. ബ്ലാക്ക് റോക്ക് സിഇഒ മുന്നറിയിപ്പ്. ഓയിൽ വില $150 ആഗോളമാന്ദ്യം. ബ്ലാക്ക് റോക്ക് സിഇഒ ലാരി ഫിങ്ക് പറഞ്ഞത്. ഇറാൻ യുദ്ധം നീണ്ടാൽ ക്രൂഡ് $150 ആഗോള സമ്പദ്വ്യവസ്ഥയെ ബാധിക്കാമെന്ന്. ഇന്ത്യയുൾപ്പെടെ ഇറക്കുമതി ആശ്രിത രാജ്യങ്ങൾക്ക് വെല്ലുവിളി. എന്നാൽ ട്രംപിന്റെ സംഭാഷണങ്ങൾ പ്രതീക്ഷ നൽകുന്നു. ഫ്ലിപ്കാർട്ട് IPO തയ്യാറെടുപ്പ്. വാൾമാർട്ടിന്റെ ഫ്ലിപ്കാർട്ട് ഹോൾഡിംഗ് കമ്പനി സിംഗപ്പൂരിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റി. 2027-നകം മുംബൈയിൽ IPO നടത്താനുള്ള തയ്യാറെടുപ്പാണ്. ഇത് ഇന്ത്യൻ ഇ-കൊമേഴ്സ് മേഖലയ്ക്ക് വലിയ ബൂസ്റ്റാകുമെന്ന് പ്രതീക്ഷ. RBI MPC ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. ഏപ്രിലിൽ ആദ്യ യോഗം. 2026-27 സാമ്പത്തിക വർഷത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റി MPC യോഗങ്ങൾ പ്രഖ്യാപിച്ചു. ആദ്യ യോഗം ഏപ്രിൽ 6-8. നിരക്ക് തീരുമാനങ്ങൾക്കായി നിക്ഷേപകർ ഉറ്റുനോക്കുന്നു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ ദിശ നിർണ്ണയിക്കുന്നതിൽ നിർണായകം. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ 2026 ശക്തം. ഫീച്ച് പ്രവചനം 7.5%. ഫീച്ച് റേറ്റിംഗ്സ് 2025-26 ഇന്ത്യയുടെ GDP വളർച്ച 7.5% ഉയർത്തി. ആഭ്യന്തര ഡിമാൻഡും നിക്ഷേപവും ശക്തമായി തുടരുന്നു. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ ബ്രൈറ്റ് സ്പോട്ടായി നിലകൊള്ളുമെന്ന്. US ഫെഡ് നിരക്ക് മാറ്റമില്ല, ഒരു കട്ടുമാത്രം പ്രതീക്ഷ. മാർച്ച് 18-ലെ ഫെഡ് യോഗത്തിൽ നിരക്ക് 3.75% തുടർന്നു. ഇറാൻ യുദ്ധം മൂലമുള്ള ഇന്ധന വിലക്കയറ്റം ഇൻഫ്ലേഷൻ ഉയർത്തുമെന്ന് മുന്നറിയിപ്പ്. 2026-ൽ ഒരു റേറ്റ് കട്ട് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. US ഇറാൻ സംഭാഷണങ്ങൾക്ക് പുതിയ വികാസമുണ്ടായാൽ വിപണിയിൽ അപ്രതീക്ഷിത മാറ്റങ്ങളുണ്ടാകാം. ഹെഡ്ലൈൻസ് അഗെയിൻ. മിഡിൽ ഈസ്റ്റ് സംഘർഷം തണുക്കുന്നു. ഓയിൽ വിലയിൽ ഇടിവ്. ഓഹരി വിപണി ഉയരുമോ? സെൻസെക്സ് നിഫ്റ്റി ഉയർന്നു. ഇന്നത്തെ പ്രതീക്ഷയും ഉയർന്നു. ബ്ലാക്ക് റോക്ക് സിഇഒ മുന്നറിയിപ്പ്. ഓയിൽ വില $150 ആഗോളമാന്ദ്യം. ഫ്ലിപ്കാർട്ട് IPO തയ്യാറെടുപ്പ്. RBI MPC ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. ഏപ്രിലിൽ ആദ്യ യോഗം. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ 2026 ശക്തം. ഫീച്ച് പ്രവചനം 7.5%. US ഫെഡ് നിരക്ക് മാറ്റമില്ല, ഒരു കട്ടുമാത്രം പ്രതീക്ഷ. ബിസിനസ് അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.